അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ഓണമുളകാണ്. നമ്മൾ കറിമുളകെന്നും പറഞ്ഞ് ഈ കടകളിൽ നിന്ന് മേടിക്കുന്നില്ലേ. ഇപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ട, ഇത് ഇവിടെ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വളം വേണ്ട, വർഷക്കാലമല്ലേ. കൃഷിലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളം ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ 5 ദിവസമായിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കി ഇപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ ആയിട്ടുണ്ടിത്. ലിക്വിഡ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയ അതേപോലെ തന്നെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പുറത്തൊരു ലെയർ പോലെ വന്നിട്ട് ചെടിയുടെ വേരുകളിലേക്കുള്ള എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകും. നമ്മളിത് 5 ദിവസം കൊണ്ട് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കിയത് നമ്മളിതിൽ പഴം ചേർത്തത് കൊണ്ടാണ്. അല്ല നമ്മളിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് 7 ദിവസം വെച്ചിരിക്കുക. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ വീഡിയോ കാണാത്തവർ തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1 കപ്പ് ലിക്വിഡ് ഫെർട്ടിലൈസർ എടുക്കുകയാണെങ്കിൽ അത് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നേർപ്പിച്ച് ചെടികൾക്ക് നൽകാം. ഇപ്പോൾ കുറച്ച് വലിയ ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്കൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ഇരട്ടി വെള്ളം ചേർത്താൽ മതി. ആ ഒരു രീതിയിൽ ഈ വളം നമ്മുടെ വീട്ടിലുള്ള എല്ലാത്തരം ചെടികൾക്കും തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൂച്ചെടികൾക്ക്, പഴച്ചെടികൾക്ക്, പച്ചക്കറി ചെടികൾക്കും ഒക്കെ നമുക്ക് നൽകാവുന്നതാണ്. ഈ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് സൂര്യപ്രകാശം മാറിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ വളം ചെയ്തിട്ട് ഒരു 5 മണിക്കൂർ മുൻപും പിൻപും കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ മഴയുള്ള സമയമാണ്. മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മഴയില്ലാത്ത നല്ല വെയിൽ തോന്നിക്കുന്ന ദിവസം മാത്രം ഈ ഒരു വളം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വളം ഒഴിച്ചു കൊടുത്തു. പിന്നെ വർഷക്കാലം ആയതുകൊണ്ട് നമ്മൾ കുറേശ്ശെ മണ്ണും കൂടി മുകളിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മഴ പെയ്യുമ്പോൾ ഈ വളം അതുപോലെ തന്നെ പോകും. അപ്പോൾ നമ്മൾ കുറേശ്ശെ മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ, ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കാട്ടം മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കണതാണ്. ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളമണ്ണും കൂടിയാണ് നല്ല ഗ്രോത്തിൽ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒഴിച്ചു കൊടുത്ത വളം വലിഞ്ഞും പോകും. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മഴയില്ലാത്ത ദിവസം നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ മണ്ണ് കുതിർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്നത് പിന്നത്തെ മഴയിൽ അതുപോലെ തന്നെ പോകാൻ ചാൻസ് കൂടുതൽ. ഇതിപ്പോൾ നമ്മളുടെ പാവലമാണ്. അപ്പുറത്ത് നമ്മൾ ഇട്ടത് പടവലമാണ്. അപ്പോൾ വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടല്ലോ. അത് ഒഴിക്കേണ്ട വിധവും എല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ വളം ചെയ്യുന്നത് ശരിക്കും മണ്ണിനാണ്. മണ്ണിന് വളം ചെയ്ത് മണ്ണിന് നല്ല ഗുണമേന്മയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരുകയും അത് കൂടുതൽ ഫലം തരുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് മാങ്കോസ്റ്റിനാണെങ്കിലും റംബൂട്ടാനാണെങ്കിലും ഒക്കെ വളരുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്റ്റീവൻ ചേട്ടൻ അത് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ വളമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒന്നെങ്കിൽ ജൈവ സ്ലറി അല്ലെങ്കിൽ അടിവളമായിട്ടുള്ളതൊക്കെ മാറി മാറിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾ കറക്റ്റായിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റീവൻ ചേട്ടൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഇതിപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് ശരിക്കും കഴിഞ്ഞ ജൂണിൽ കറക്റ്റ് 1 കൊല്ലമായി. അപ്പോൾ നമ്മൾ വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റെപ്പുകളായിട്ടില്ല. സ്റ്റെപ്പുകൾ വരാത്ത ഒരു തൈയാണ് ഇവിടം വരെ വലിപ്പം ഉണ്ടായുള്ളൂ. ഇപ്പം ഈ തൈക്ക് 1 സ്റ്റെപ്പ് വന്നു, 2 സ്റ്റെപ്പ് വന്നു, 3 സ്റ്റെപ്പ് വന്നു. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ആ 1 കൊല്ലമായപ്പോഴേക്കും 3 സ്റ്റെപ്പ് ഇതുമ്പോൾ വന്നു. പലർക്കും ഇല വരുന്നില്ല എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ സാധാരണ ആൾക്കാർ പറയും കൊല്ലത്തിൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ 2 ഇല വരുള്ളൂ എന്ന് പറയും. അതൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ചെടീനെ സംരക്ഷിക്കുകയും കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വളരാത്തത്.
പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ചെടിയായിരിക്കണം. ചെടി മോശമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ എന്ത് വളം കൊടുത്താലും ഒരു പരിധി വിട്ട് ചിലപ്പോൾ വളരില്ല. അപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ നമ്മളോട് വാട്സാപ്പിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആളുടെ റംബുട്ടാൻ വെച്ചിട്ട് 6 മാസം കഴിഞ്ഞു, ഒരില പോലും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഫോട്ടോ അയച്ച് ഞങ്ങൾ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ആ കൊണ്ടുവന്ന് കുഴിച്ചിട്ട മാതിരി ഒരുവിധം വലിപ്പമുള്ള ഒരു തൈ അത് അതുപോലെ നിൽക്കണം. അപ്പോൾ അതിന് പല കാരണങ്ങൾ വരാം. അതിനകത്ത് തൈ നല്ല ബഡെടുത്ത് ചെയ്തതല്ല, മറ്റെന്തെങ്കിലും പ്രോബ്ലമുള്ള ബഡാണെങ്കിൽ ഈ മുള വന്ന് ആ നിന്ന കണ്ടീഷനിൽ അത് നിൽക്കുന്നു. നമ്മളുടെ മണ്ണുമായിട്ട് ഇതിൻ്റെ വേരുകൾ പാസ് ചെയ്ത് വളം വലിക്കാവുന്ന ഒരു കണ്ടീഷന് അതിന് വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കവറിലാണ് ഈ നേഴ്സറികളിൽ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ അതിൻ്റെ തായ്വേര് വലുതാണെങ്കിൽ ഇവർ മടക്കി വെക്കും. അത് തായ്വേര് പോണത് മടക്കി 2-3 മടക്കാക്കി വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ ചെടി സ്വാഭാവികമായിട്ട് വളരില്ല. അങ്ങനത്തെ പ്രോബ്ലങ്ങൾ അങ്ങനെ പലവിധ കാരണങ്ങളാൽ വരാം. ഇപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പോൾ മണൽ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ മാങ്കോസ്റ്റിനൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്. അതായത് ഇപ്പോൾ എൻ്റെ നാട് ചേർത്തലയാണ്, അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തലക്കാരെങ്കിലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കായ്ച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളത്തിൻ്റെ ഒരു ഇതാണല്ലേ. വളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണ്ണിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണലാണ്. മണൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ വളങ്ങളോ കാര്യങ്ങളും ഇല്ല. പിന്നെ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളും കൊണ്ട് സ്വാഭാവികമായിട്ട് ചെടി വെറുതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വളരാൻ വളരെ സാധ്യത കുറവാണ്. അപ്പം നമ്മൾ കൂടുതൽ ആ മണ്ണിലേക്ക് കൂടുതൽ വളവും കാര്യങ്ങളും അതും ജൈവവളങ്ങൾ കൂടുതൽ കൊടുത്ത് ആ മണ്ണിനെ നമ്മൾ നല്ല ഫലപുഷ്ടി ഉള്ളതാക്കി മാറ്റണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെടികൾ വളരും. പിന്നെ കായ്ഫലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ ഉണ്ടാവുന്ന അത്രയും അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടായി കിട്ടും. പക്ഷേ നമ്മൾ നല്ലോണം നോക്കി കാര്യങ്ങൾ ചെയ്താൽ കായ്ക്കാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓരോ കാലാവസ്ഥയുടെയും ഓരോ പ്രകൃതിയുടെ ഒരു വ്യത്യാസത്തിൻ്റെ അനുസരിച്ച് കായ്ഫലത്തിലും മറ്റും വ്യത്യാസങ്ങൾ വരാം. അപ്പം നമ്മൾ കൃഷി ചെയ്യാം, അത് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി. കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. അതെ അതെ, പരമാവധി ശ്രമിച്ചു നോക്കുക. അവിടെ വീട്ടിലാണെങ്കിലും ഒരു റംബൂട്ടാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. അവിടെയും ഒരുപാട് പള്ളികൾ അങ്ങനെയൊക്കെ വഴിയായിട്ടൊക്കെ കുറേ പഴവർഗ്ഗ ചെടികൾ, നമ്മുടെ ഇതുപോലുള്ള പഴവർഗ്ഗ ചെടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ചെടിയോടുള്ള താല്പര്യവും നമ്മൾക്ക് കൃഷിയോടുള്ള താല്പര്യവും ഇത് വെച്ചിട്ട് നമ്മൾ ഈ തൈക്കളെ ഒരുപാട് സംരക്ഷിക്കും. ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ദിവസവും വരാൻ പറ്റിയില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസമെങ്കിലും ഞാൻ കറക്റ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ ഇതിനെ നോക്കി അതിനുള്ള പോരായ്മയും കാര്യങ്ങളും കണ്ടുപിടിച്ച് അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ചരക്കയുടെ വള്ളിയാണ്. ഈ വള്ളി നമ്മളുടെ ഈ മാങ്കോസ്റ്റിന്മ പടർന്ന് കയറി ഇതങ്ങട് ചുറ്റി വളഞ്ഞു പോയാൽ അത് ഒടിഞ്ഞു പോവും കാര്യങ്ങളാവും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ആകെ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ഈ വള്ളി ഇതിൻ്റെ മുകളിൽ കൂടെ പടർന്നു. അപ്പോൾ അങ്ങനെ പടർന്നു പോയി അത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ തൈക്ക് അത് ദൂഷ്യം ചെയ്യും. കാരണം തൈ ചെറുതാണ്. അപ്പോൾ ഇത് ഞാൻ വന്ന വഴി ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ക്യാമറ വെക്കാൻ വന്ന വഴി ഇത് കണ്ടപ്പോൾ മുമ്പ് ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇതിനെ അതുമേന്ന് വിടിയിച്ച് കളയാറുന്നു ചെയ്തത്. അപ്പം നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അതാണ്. ചെടി നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടാനും അത് വളരാനും സാധ്യത കുറവാണ്. നമ്മൾ എന്തോരം പരിചരണം കൊടുക്കുന്നു അതിനനുസരിച്ച്. ഇത് ചെറിയ ചെടി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ചെടി വലുതായി പുഷ്പിക്കാറാവണ കണ്ടീഷനും വലുതായി കായയായി തുടങ്ങിയാൽ നമ്മൾ ഇത്രയും പരിപാലനത്തിൻ്റെ ആവശ്യം അതിനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം വളം ചെയ്ത് കൊടുക്കാം. അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഓവർ വളം ഇതിൻ്റെ കടയ്ക്ക് ജൈവവളങ്ങൾ ചാണകമോ ആട്ടുംകാട്ടോ ഇട്ട് കൊടുത്തുകൊണ്ട് ഈ ചെടിക്ക് വലിയ ഗുണമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയ കുറച്ച് വേരുകളുള്ളൂ. മണ്ണിൻ്റെ കുറച്ച് അകലത്തിൽ പോയി വളം എടുക്കാനുള്ള കപ്പാസിറ്റി ഇതിനില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ലിക്വിഡായിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും അധികം വൈകാതെ ഒരുപാട് താമസത്തിൽ കൊടുക്കാതെ 15 ദിവസം 1 മാസമൊക്കെ അകലത്തിൽ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെടി പെട്ടെന്ന് പോയി. അത് ചുരുക്കം നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെറിയ കൊച്ചങ്ങൾക്ക് ഓവർ തീറ്റ കൊടുക്കാൻ പറ്റില്ലല്ലോ. പല നേരം നമ്മൾ 3 നേരം കഴിക്കണം, പക്ഷേ കൊച്ചങ്ങൾക്ക് നമ്മൾ 4-5 നേരം കൊടുക്കും. അപ്പോൾ അത് കൊടുക്കണത് അവർക്ക് കുറേശ്ശേ പറ്റുള്ളൂ, എന്നാൽ അവർക്ക് കൂടുതൽ പല പ്രാവശ്യമായിട്ട് വേണം. അപ്പം അതുപോലെ തന്നെ ഇതും. ഇപ്പോൾ ഇതിൻ്റെ ഇലകൾ വന്നേക്കണതാണ്.
ചെടി വളരണില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ. ഇവിടെ നിറച്ച് കൊതുകുണ്ട്, അതിനിടയ്ക്ക് കൈയും കാലും വാട്ടണം. ഇവിടെയൊക്കെ പറക്കാം. കാരണം മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ ഈ ചപ്പ് ചീഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കൊണ്ട് കൊതുകിന് വളരാൻ. അപ്പൊ നമ്മുടെ വളം ഒഴിച്ചു കൊടുക്കേണ്ടത് മഴയില്ലാത്ത ദിവസം നോക്കി. എല്ലാ ദിവസവും മഴയില്ലല്ലോ, അപ്പൊ മഴയില്ലാത്ത ഒരു ദിവസം വേണം നമ്മുടെ വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു, കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ പഴം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പപ്പയ ഇല്ലെങ്കിലോ ഒന്നും കുഴപ്പമില്ല. നമുക്കത് ഇല്ലാത്ത സാധനം മാറ്റിയിട്ട് ബാക്കിയുള്ള എന്തായാലും എല്ലാവരുടെ വീട്ടിൽ കുറച്ച് പച്ച പുല്ലൊക്കെ കാണുമല്ലോ. നമ്മൾ ഒന്നെങ്കിൽ ഗാർഡനിലുള്ള നമ്മൾ വെട്ടിക്കളയുന്ന ഓവറായിട്ട് വളർന്നു നിൽക്കുന്ന സംഭവങ്ങളൊക്കെ വെട്ടിക്കളയില്ലേ, അതൊക്കെയാണെങ്കിൽ നമ്മുടെ ശീമക്കൊന്നയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇല്ലാന്ന് ഓർത്ത് ഈ വളം ആരും ഉണ്ടാക്കാതിരിക്കരുത്. നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക. ചെടിയുടെ വളർച്ച തീർച്ചയായിട്ടും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി ഞങ്ങളോട് ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ കൃഷിലോകം ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കൊതുക് കടിച്ച്